ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇത് 4-ാം ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഏട്ടൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പെരിങ്ങോട്, പാലക്കാട് ജില്ലയിലെ പെരിങ്ങോടാണ് കേട്ടോ ഏട്ടൻ്റെ ഒരു അമ്മായിയുടെ വീടാണ്, അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടേക്ക് എപ്പോൾ പോകുമ്പോഴും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ആ ഒരു വീട്. കാരണം ഒരു ഭാര്യയും ഭർത്താവും കർഷക കുടുംബമാണ് അവർ. ആ ഒരു കർഷക കുടുംബത്തിലൂടെയാണ് അവർ സന്തോഷമായിട്ട് അവരുടെ ജീവിത ചെലവെല്ലാം നയിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് എന്തായാലും നിങ്ങളെയും കൂടെ ഇന്ന് അവിടെ പോകുമ്പോഴും വിചാരിക്കും നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് അതിന് പറ്റിയ സാഹചര്യം ഒരുപാടൊന്നുമില്ല, എന്നാലും ഞാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അജീച്ചി എന്ന് പറയും കേട്ടോ, നമ്മുടെ സ്വന്തം കുടുംബമാണ്. അപ്പോൾ അതിന് പുറമെ എന്താ പറയുക, ഒരു സംരംഭകയും കൂടെയാണ് കേട്ടോ ആളെന്ന് പറയുകയാണെങ്കിൽ അജീച്ചിയുടെ ഹസ്ബൻഡ് കുട്ടേട്ടനും കൂടെ ഉണ്ട്. ആളിപ്പോൾ അവിടെ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടെയാണ്, അതായത് രാവിലെ മുതൽ തുടങ്ങിയാൽ വൈകുന്നേരം വരെ റെസ്റ്റ് ഇല്ലാതെ വളരെ സന്തോഷത്തിലാണ് അവർ ഈ ജോലി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഇവരെല്ലാം കെട്ടിപ്പടുത്തത് അല്ല അജീച്ചി? അജീച്ചി ഇങ്ങനെ എന്തൊക്കെയാണ് അജീച്ചി പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഇപ്പോൾ കോഴി, പശു, പിന്നെ മീൻ കൃഷി ഉണ്ട്, പച്ചക്കറി, പിന്നെന്താ, പിന്നെ അങ്ങനെ കുറെ. പിന്നെ ഇവര് നമ്മൾ വിചാരിക്കും ഗ്യാസ് ഒക്കെ പുറത്തുനിന്ന് മേടിക്കല്ല കേട്ടോ, ഒക്കെ ഇതിൽ അതായത് പരസ്പരം എല്ലാം കണക്റ്റഡ് ആണ്. ബയോഗ്യാസ് ആണല്ലേ. പശു എന്ന് പറഞ്ഞാൽ എത്ര പശുക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ? പശുക്കള് 6 പശുണ്ട്, 6 വലിയ പശുക്കൾ. നല്ലൊരു വരുമാനം. പിന്നെ വളരെ സന്തോഷത്തിലല്ല ഒരിക്കലും നമ്മള് കഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, വളരെ സന്തോഷത്തില്. അത് നമ്മളല്ലേ ഭാര്യയും ഭർത്താവും കൂടെ വളരെ സന്തോഷത്തിലാണ് പങ്കിടുന്നത്. അപ്പൊ ആളുടെ ഈ കാണുന്നത് തന്നെയാണ് അജയിച്ച് ഈ ഒരു സന്തോഷം. ഇപ്പതാ കാലിത്തീറ്റയുടെ ലോറി വന്നിട്ടുണ്ട്. അപ്പൊ അവരത് അപ്പൊ പിന്നെ എന്തൊക്കെയാ അതുപോലെ ഇത് എന്തൊക്കെ മീൻ കൃഷിയിൽ എന്തൊക്കെ മീനാണുള്ള ചേച്ചി? സിലോപ്പി, വാള, കണ്ണനെ വരാലെന്ന് പറയും. പിന്നെ നമ്മള് പഞ്ചായത്തിൽ നമുക്ക് കിട്ടുമല്ലോ എന്താണ് ലോഹു മൃഗാള് പറഞ്ഞ നല്ല മീന്. ലോഹു മൃഗാള് ഇതൊക്കെ പഞ്ചായത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സബ്സിഡി ഉണ്ട്. സബ്സിഡി സബ്സിഡി ഉണ്ട്. അപ്പൊ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പൊ ഇപ്പോ 2 മക്കളുണ്ട്. മക്കള് ഒരാള് മോനെ പോയി ഗൾഫിൽ പോയി, ദുബായിലാണ്. ഒരാളിപ്പോ BSc നഴ്സിംഗ് കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ പഠിപ്പിക്കണതും ഈ ഒരു ജീവിത ചെലവെല്ലാം സന്തോഷത്തിൽ ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് കഴിയണത്. അപ്പൊ കൃഷി അല്ലെങ്കിൽ ഇത് ആദായകരമാണോ? 100% ആദായകരമാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്കൊരു പ്രചോദനമാണ് ഇയാൾ കിട്ടോ. കാരണം വളരെ സന്തോഷം. അപ്പൊ ആളുടെ ഇപ്പൊ ഞാൻ പിടിച്ചു നിർത്തിയൊരു വീഡിയോ എടുക്കാണ്. സൊസൈറ്റിയിൽ ഇപ്പൊ സമയം 4:30 പാലും വണ്ടി പോകും. അപ്പൊ ആളിനെ നമുക്ക് വിടാം. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. നല്ല രസമായിട്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മീൻ പിടിച്ച് കൊണ്ടുപോകാനും. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അജീച്ചി പോയിക്കോട്ടല്ലേ. അപ്പൊ അജീച്ചി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മുടെ ആളിതാ ഒരു പാല് കൊണ്ടെടുക്കാനായിട്ട് പോവാണ് കേട്ടോ സൊസൈറ്റിക്ക്. അപ്പൊ ചേച്ചി ബൈ. പോട്ടാ. ആദ്യം തന്നെ നമുക്ക് പശുക്കളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. പശുക്കൾ എന്ന് പറയുമ്പോൾ നേരത്തെ അജീച്ചി പറഞ്ഞ പോലെ 6-7 പശുക്കളുണ്ട്. കറവ തരുന്ന പശുക്കളുണ്ട്. പിന്നെ അതിൻ്റെ വെറൈറ്റീസിൻ്റെ നെയിമൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അതിന് അജീച്ചി തന്നെ വേണം. അജീച്ചി സൊസൈറ്റിയിൽ പോയതുകൊണ്ട് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അടുത്തത് കോഴികളാണ്. കോഴികളെന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇതിലുണ്ട്. പിന്നെ കോഴികളെ അവർ ഇങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടല്ല വളർത്തുന്നത്. ഇതുപോലെ നെറ്റ് അടിച്ചിട്ട് ഗ്രില്ലിലിട്ടിട്ടാണ് കേട്ടോ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അടുത്ത വീട്ടിലുള്ളവർക്കൊന്നും കോഴി വളർത്തൽ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവുന്നില്ല അല്ലേ. മറ്റൊരാളുടെ പറമ്പിൽ പോയി അവരുടെ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുക അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കാഷ്ടൊക്കെ വരുന്നത് അതിൻ്റെ അടിയിൽ തന്നെ ഒരു ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുത്ത് കളയാനും ഇനി കോഴിക്കാഷ്ടം നമുക്ക് ചാക്കിലാക്കി വെക്കാനൊക്കെ സുഖമാണ്. അതിൽ നിന്നും ഒരു വരുമാനമാണല്ലേ കോഴിക്കാഷ്ടം, നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാമല്ലോ. പിന്നെ അടുത്തതാണ് ഇതുപോലെ ഇത് കണ്ണൻ മീൻ്റെ ഒരു നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് സബ്സിഡി കിട്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു കുളമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പോളിത്തീൻ ഷീറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന കുളമില്ലേ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുളമാണ്. അതിൽ വരാൽ അല്ലെങ്കിൽ ബ്രാൽ എന്ന് പറയും നിങ്ങളവിടെയൊക്കെ. അപ്പോൾ വരാൽ, ബ്രാൽ, കണ്ണൻ, നമ്മളവിടെ കണ്ണൻ എന്നാണ് പറയുക. അപ്പോൾ കണ്ണൻ മീൻ്റെ കൃഷിയാണ്. അപ്പോൾ അതിൽ അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുക, അവരിങ്ങനെ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്.
ഇത് പാടത്ത്, അതായത് അജീച്ചിയുടെ വീടിൻ്റെ പറമ്പിനോട് ചേർന്ന് തന്നെ പാടാണ്. അപ്പോൾ അത് ഇവർക്ക് കൃഷിക്ക് ഒന്നും കൂടെ അനുയോജ്യമാണ്. ഇത് ഓൾറെഡി ഉള്ളൊരു കുളമാണ്, അതിനവരൊന്നും കൂടെ സെറ്റാക്കി എടുത്തതാണ്. നാച്ചുറലായിട്ട് തന്നെ ഉള്ളൊരു കുളമാണ്. അതിൽ നമ്മുടെ തിലാപ്പിയ, സിലോപ്പി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീൻ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ സിലാപ്പിയ അല്ലെങ്കിൽ തിലോപ്പി എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി മീനാണ്. ഇതിൽ നല്ല രസമാണ് കേട്ടോ. അതിലിങ്ങനെ തീറ്റ ഇട്ട് കൊടുത്താൽ അവർ വന്ന് ഇതിൽ കുട്ടേട്ടൻ വീശിവല ഇട്ടിട്ട് പിടിക്കും. അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് വീണിട്ട് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ആളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീശിവല ഇട്ടിട്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ട് വീശിവല കൊണ്ട് വീശി മീൻ പിടിപ്പിച്ചിട്ട് നമുക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ മീൻ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നതാണ്, നല്ല രസമാണ്. അപ്പോൾ അത് പിന്നീട് ഒരു ദിവസം ഇനി അവിടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ്ട കേട്ടോ. നമുക്ക് എന്നും അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു മീൻ തരാറുണ്ട്. പിന്നെ അത് പിടിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഈ കുട്ടനാട് അല്ലെങ്കിൽ കായലിലൊക്കെ ഇങ്ങനെ വീശി വെള്ളം ഇടില്ലേ, അതുപോലെ. പിന്നെ നെൽകൃഷിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ വീട് നിൽക്കുന്ന പറമ്പിനോട് ചേർന്ന് തന്നെ പാടാണ്. അപ്പോൾ എന്തുകൊണ്ടും കൃഷിക്ക് അനുയോജ്യമായൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നതെന്ന് വേണം പറയാൻ. നമ്മൾ ഈ വളം ഉണ്ടാക്കുകയാണ് പച്ചക്കറിക്കും പിന്നെ എന്താണ് നെല്ലിനും ഇതൊക്കെ നമ്മൾ ഈ വള ഉപയോഗിക്കുക. ഇതില് വൈക്കോൽച്ചണ്ടി, പിന്നെ ചാണകം, പിന്നെ ബയോഗ്യാസിന്റെ സ്ലറി കൊടുത്തിട്ട് ഇതിൽ ബയോഗ്യാസിന്റെ സ്ലറി എന്ന് പറയുമ്പോൾ അതിനുള്ള വെള്ളം ബയോഗ്യാസ് നേരിട്ടിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്താ പറയാ ഗ്യാസ് കണക്ഷൻ അത് നമ്മൾ അതിലേക്ക് കൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ബയോഗ്യാസിന്റെ അപ്പൊ അത് കാണിച്ചോട്ടെ കേട്ടാ. പിന്നെ എന്താ കണ്ടാലും ഗ്യാസ് മതി. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ നേരത്തെ അജീച്ചിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോഗ്യാസാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. പച്ചക്കറി കൃഷിയുടെ സീസണല്ല, എന്നാലും ഇവരുടെ ഒരു അടുക്കളത്തോട്ടമുണ്ട്. അതിൽ പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ വഴുതനങ്ങി പിന്നെ കുരുമുളക്, വീട്ടിലേക്ക് വേണ്ട നമുക്ക് എല്ലാ പച്ചക്കറികളും അവരുടെ ഒരു കുഞ്ഞ് പറമ്പിനോട് ചേർന്നുള്ള അടുക്കളത്തോട്ടത്തിലുണ്ട് കേട്ടോ. കൂവ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. വേപ്പിൻ്റെ ഇല എല്ലാം ഉണ്ട്. നടന്ന് കാണുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ കാണിക്കാനുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളായിട്ട് റംബൂട്ടാൻ, ചാമ്പയ്ക്ക, പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ കുമ്പളങ്ങ, അത് മരത്തുമ്മലാണ് അവർ പടർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അജീച്ചി പറയുന്നത് ഇപ്പോൾ പച്ചക്കറിയുടെ സീസണല്ല, അതവർ പാടത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു മാർച്ച് ഏപ്രിലൊക്കെയാണ് ചെയ്യാറ്. വീട്ടുവളപ്പിൽ തന്നെ നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു മാതള നാരങ്ങയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അജീച്ചി പാലുകൊണ്ട് കൊടുക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ സമയം 5 മണിയായി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.